നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഞാൻ പള്ളിയിൽ 5 വക്തിനും പോണ ആളാണ്, ഞാൻ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളാണ്, അല്ലേ, എന്നെക്കാൾ വലിയ ആള് ലോകത്തില്ല, ഞാൻ എല്ലാ ദിക്റുകൾക്കും എല്ലാ സ്വലാത്ത് മജ്ലിസിനും പങ്കെടുക്കുന്ന ആളാണ്. ഇനി എല്ലാം തികഞ്ഞവരാനുള്ള ചിന്ത വേണ്ട. തുസല്ലി ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഖുബതി. അങ്ങനെ നമ്മളെ നിസ്കാരത്തിന്റെ കോലമെന്താ? ഈ റജബ് നിസ്കാരത്തിന്റെ വാർഷികമല്ലേ? റജബ് നിസ്കാരത്തിൽ അല്ലാഹ് കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ? അല്ലാഹ് തന്ന സമ്മാനമല്ലേ? എത്ര ആളുകളാ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നത്? എത്ര ആളുകളാ നിസ്കാരത്തെ മെയിൻറ്റെയിൻ ചെയ്യാത്തത്? എത്ര ആളുകളാ പള്ളിയുടെ തൊട്ടടുത്ത് വീടുണ്ടായിട്ട് പോലും പള്ളിയിലേക്ക് വരാത്തത്? അല്ലാഹ് തന്ന എല്ലാ സുഖങ്ങളും, അല്ലാഹ് തന്ന എല്ലാ സൗകര്യങ്ങളും, അല്ലാഹ് തന്ന എല്ലാ നിഅമത്തുകളും, കാറ് റബ്ബ് തന്നതാ, മക്കളെ റബ്ബ് തന്നതാ, ഭാര്യയെ റബ്ബ് തന്നതാ, ആരോഗ്യം റബ്ബ് തന്നതാ, ആയുസ് റബ്ബ് തന്നതാ, സൗന്ദര്യം റബ്ബ് തന്നതാ, പണം റബ്ബ് തന്നതാ, നിനക്ക് സംസാരിക്കാനുള്ള ശേഷി റബ്ബ് തന്നതാ, കൈകാലുകൾ റബ്ബ് തന്നതാ, സർവസവും റബ്ബ് തന്നതാണ്. കിഡ്നി റബ്ബ് തന്നതാ, ഹാർട്ട് റബ്ബ് തന്നതാ, എല്ലാം റബ്ബ് തന്നതാ. അതൊക്കെയും നീ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. കിഡ്നിക്ക് തകരാറ് വരുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നു. അതേ 6 മാസം കൂടുമ്പോൾ നീ ഫുൾ ചെക്കപ്പ് ചെയ്യുന്നു. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നീ പരസ്യമായി കാണാത്ത ഉള്ളിലുള്ള ഫിറ്റ് ചെയ്ത ഹാർട്ട്, കിഡ്നി, അങ്ങനെ വൻകുടല്, ചെറുകുടല്, ഗ്രന്ഥികള്, ആമാശയങ്ങള്, പിത്താശയത്തിനൊക്കെ എന്തെങ്കിലും തകരാറുണ്ടോ, ശ്വാസകോശത്തിന് തകരാറുണ്ടോ എന്നറിയാൻ നീ അതാ 6 മാസം കൂടുമ്പോ വലിയ സംഖ്യ കൊടുത്തിട്ട് ഫുൾ ചെക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓ മനുഷ്യ, ഓ മുഅ്മിനേ, ഓ മുസ്ലിമേ, റബ്ബ് നിനക്ക് നമുക്ക് തന്ന ഗിഫ്റ്റ്, ഇതെല്ലാം റബ്ബ് തന്ന സമ്മാനമാണെങ്കിൽ, ആ റബ്ബ് തന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയുമോ? മുസ്ലിം ലോകത്തിന് നിസ്കാരമാണ്. ആ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ട. എങ്ങനത്തെ നിസ്കാരമായിരിക്കണം? തെറ്റുകൾ മയക്കപ്പെടുന്ന നിസ്കാരമായിരിക്കണം. അതേ ദുർചിന്തകൾ വരാത്ത നിസ്കാരമായിരിക്കണം. മോശമായ ചിന്തകൾ വരാത്ത നിസ്കാരമായിരിക്കണം. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, തുസല്ലി ബിലാ ഖൽബി സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഖുബതി. പള്ളിയുടെ തൊട്ടടുത്ത് മദ്രസയുണ്ടാകാം, അല്ലെങ്കിൽ ഓഫീസുകൾ ഉണ്ടാകാം, അവിടെ സംഘടനകളുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഇശാഇന് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ മീറ്റിംഗ് ഒരു 10 മിനിറ്റ് നിർത്തി വെച്ചിട്ട് നിനക്ക് ആ നിസ്കാരത്തിലൊന്ന് ജമാഅത്തിന് പങ്കെടുത്തുകൂടെ? പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്ന് നിർത്തി വെച്ചുകൂടെ? ഇല്ല 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 ഇല്ല. സുബ്ഹാനല്ലാഹ്, എത്ര സംഭവങ്ങളാണ്. പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നവൻ പള്ളിയിലേക്ക് വരുന്നില്ല, നിസ്കരിക്കാൻ വരുന്നില്ല. ഞാനല്ല പറയുന്നു, ഇനി നിസ്കരിക്കാൻ വന്നവരുടെ സ്ഥിതി എന്താ? നിസ്കരിക്കുന്നവരുടെ സ്ഥിതി എന്താ? മഹാന്മാര് പറയുന്നു, അതേ തുസല്ലി ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഖുബതി. മനസാന്നിധ്യമില്ലാത്ത നിന്റെ നിസ്കാരം നീ ആർക്കാണ് നിസ്കരിക്കുന്നത്? മനസാന്നിധ്യമില്ലാതെയാണോ നീ നിസ്കരിക്കുന്നത്? അതേ റബ്ബിനെ ഓർക്കാതെ, റബ്ബിനെ ചിന്തിക്കാതെ മറ്റ് പല ചിന്തകളുമായിട്ടാണോ നീ നിസ്കരിക്കുന്നത്? അല്ലാഹ്
يكون الفتى مستوجبا للعقوبة. അതേ അത്തരം നിസ്കാരം കാരണം ശിക്ഷക്ക് നീ അർഹനായി തീരുക തന്നെ ചെയ്യും. റബ്ബിന്റെ ശിക്ഷ നിനക്കുണ്ട്. ഫവൈലുൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അതേ റബ്ബിന് വേണ്ടിയല്ലാതെ ജനങ്ങളെ കാണാൻ വേണ്ടി നിസ്കരിക്കുന്നവർ, ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നവർ, അവർക്ക് വൈലെന്ന ചെരുവുണ്ടെന്ന്, വൈലെന്ന നരകമുണ്ടെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുമ്പോ ഫവൈലക തദ്നീമിൽ തുനാജീഹി മുഅരിളാ വബൈന യദൈ മൻതൻ بين يدي من تنجي غير مخبتي. സുബ്ഹാനല്ലാഹ്. നിനക്ക് നാശമുണ്ടോ, നിനക്ക് നാശമുണ്ടോ? ഫവൈലേക്ക, നിനക്ക് നാശമുണ്ട്. മനസാന്നിധ്യമില്ലാതെ ആരോടാണ് നീ സംഭാഷണം നടത്തുന്നത്? നിനക്ക് നാശമാണ്, നിനക്ക് നാശമാണ്. മഹാന്മാരൊക്കെ നിസ്കരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവര് നിസ്കരിക്കുന്ന സമയത്ത് അവരെ കാലിന് തറച്ച അമ്പ്, അതേ സഹാബത്ത് പറയുന്നു, എന്റെ കാലിന് പറച്ച അമ്പ്, കാലിന് തറച്ച അമ്പ് ഞാൻ നിസ്കരിച്ച് അത്തഹിയ്യാത്തിനിരിക്കുമ്പോൾ ഊരിയെടുത്തോളൂ, എനിക്ക് പ്രശ്നമില്ല. സഹാബത്ത് പറയുന്നു, നബി തങ്ങൾ നിസ്കരിച്ച് സുജൂദിൽ കിടക്കുമ്പോ അതേ ഞങ്ങൾ പോയി നോക്കാറുണ്ട്. അതേ അടുപ്പത്ത് വെച്ച പച്ചവെള്ളം ചൂടായി തിളക്കുമ്പോൾ കളകളകള എന്ന ശബ്ദമുണ്ടാകാറില്ലേ? ആ ചൂടായി ചുടുവെള്ളം തിളക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തിളക്കുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. മറ്റുള്ള ചിന്തകളില്ല, മറ്റുള്ളവരുമായി ബന്ധമില്ല. അല്ലാഹ് 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 ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. സന്തോഷമുണ്ടാകുമ്പോഴും റബ്ബ്, അതേ ദുഃഖമുണ്ടാകുമ്പോഴും റബ്ബ്, പ്രയാസം വരുമ്പോഴും റബ്ബ്, രോഗം വരുമ്പോഴും റബ്ബ്, രോഗം മാറുമ്പോഴും റബ്ബ്, വെള്ളം കുടിക്കുമ്പോഴും റബ്ബ്, ഭക്ഷണം കഴിക്കുമ്പോഴും റബ്ബ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും റബ്ബ്, അതേ നടക്കുമ്പോഴും റബ്ബ്, ഇരിക്കുമ്പോഴും റബ്ബ്, എല്ലാ സമയത്തും റബ്ബാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ആ റബ്ബല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല, വേറൊന്നുമില്ല. ആ റബ്ബും റബ്ബിന്റെ നേതാവ്, റബ്ബിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുമല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊരാൾക്കും സ്ഥാനമില്ല. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഅി. ഇന്നെന്താണ് അവസ്ഥ? നല്ല സന്തോഷമുണ്ടാകുമ്പോ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്, വീട്ടിലൊരു സൽക്കാരം നടക്കുകയാണ്. ആ വീട്ടുകാർക്ക് നിസ്കാരമില്ല, നിസ്കാരമില്ല, മണവാളനില്ല, മണവാട്ടിക്കില്ല, വീട്ടുകാർക്കില്ല. സുബ്ഹാനല്ലാഹ്. സന്തോഷമുണ്ടാകുമ്പോൾ റബ്ബിനെ മറക്കുന്നു. നിങ്ങൾ നോക്കൊരു മരണ വീടോ, ആ മരണ വീട്ടിലും അവസ്ഥ ഇത് തന്നെ. സുബ്ഹാനല്ലാഹ്. വാപ്പ മരിച്ചാൽ മക്കള് ബോധം കെട്ട് വീണ് കിടക്കുന്നു, മക്കളെ കരയുകയാണ്. സങ്കടമൊക്കെ ഉണ്ടാകും, സത്യമല്ലേ, അതില്ല എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. ഓ മുഅ്മിനീങ്ങളെ, മരിച്ചാലും ജനിച്ചാലും മംഗലം നടന്നാലും
റബ്ബിനെ മറക്കാനേ പാടില്ല, റബ്ബിനെ മറക്കാനേ പാടില്ല. അത് നമ്മുടെ ശരീരം ശുദ്ധിയാകാനുള്ളതാണ്. ആ നിസ്കാരത്തിന്റെ വാർഷികമാണ് റജബ് 27. സാഹിബുൽ ബുറഖീവ റഫറഫിൽ അല റസൂലുള്ളാഹ് സല്ലവാത്തു തസ്ലീമു അലൈഹി സലാം. സാഹിബുൽ ബുറഖീവ റഫറഫിൽ അല റസൂലുള്ളാഹ് സല്ലവാത്തു തസ്ലീമു അലൈഹി സലാം. ബുറാഖ് എന്ന് പറയുന്ന പ്രത്യേക വാഹന പുറത്ത് കയറിയിട്ട് ജിബ്രീൽ എന്ന മാലാക്ക കൊണ്ടുപോയി ആര് മുത്തുനബിയെ കൊണ്ടുപോയി ആകാശലോകത്തേക്ക്. അല്ലാഹ് ചരിത്രം കേട്ടവരാണ്, പഠിച്ചവരാണ്, അറിയുന്നവരാണ്. എന്നിട്ടോ സുബ്ഹാനല്ലാഹ് ആകാശം കടന്ന് റബ്ബിന്റെ മുനാജാത്തിലേക്ക് പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ജിബ്രീൽ എന്ന മലാക്കക്ക് കയറി ചെല്ലാൻ കഴിയാത്ത പറ്റാത്ത സ്ഥലത്തേക്ക് അസ്റഫുൽ ഖൽഖ് നബി തങ്ങളെ ത്വാഹ ഹബീബിനെ കൊണ്ടുപോകുന്നു. അല്ല വിളിക്കുന്നു. അല്ല വിളിച്ചിട്ട് തിരിച്ചു പോരുമ്പോ അല്ല കൊടുത്ത ഗിഫ്റ്റ്, അല്ല കൊടുത്ത സമ്മാനം അത് എന്താണ്? 5 വക്ത നിസ്കാരമല്ലേ? സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ മാറത്തോട് ചേർത്ത് പിടിക്കണ്ടേ? ഓ ഉമ്മ, ഓ പെങ്ങളെ, കല്യാണ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോ ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നു, ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയുന്നു, സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന് നല്ല പന്തലൊരുക്കുന്നു, വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മൾ ഒരുക്കുന്നു. വീട്ടു താമസത്തിൻ്റെ അന്ന് നല്ല ഭക്ഷണം ഒരുക്കുന്നു, നല്ല പന്തലൊരുക്കുന്നു. എന്നാലോ സ്ത്രീകൾക്ക് വരാനുള്ള വഴി വേറെ, ആണുങ്ങൾക്ക് വഴി വേറെ. സുബ്ഹാനല്ലാഹ്. വെജിറ്റബിൾ കഴിക്കാനുള്ളവർക്ക് വേറെ സ്ഥലമാണ്, ഇങ്ങനെ വേറെ വേറെ സ്ഥലമാണ്, കിച്ചണ് വേലയാണ്. അങ്ങനെയെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈമാനുള്ള മുഅ്മിനേ, നമ്മുടെ കല്യാണത്തിന് ളുഹർ നിസ്കരിക്കാനുള്ള സംവിധാനം ഒരു വീട്ടിൽ നമുക്ക് ഏർപ്പാട് ചെയ്തിട്ട്, നിസ്കരിക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞിട്ട്, പ്രയർ ഹാളെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചുകൂടെ? ആരെങ്കിലും നിസ്കരിച്ചു പോയാൽ നമ്മൾക്ക് രക്ഷപ്പെട്ടില്ലേ? എൻ്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ട്, എൻ്റെ മകന്റെ കല്യാണത്തിന് വന്നിട്ട്, നമ്മുടെ മക്കളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് വന്നിട്ട് നിസ്കാരം കളായി പോയാൽ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയണ്ടേ മുഅ്മിനേ? അതുകൊണ്ട് ഞാനൊരു അപേക്ഷ സമർപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പുരുഷന്മാർ